गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ കോടി കോടി മനോമലരുകൾ അർപ്പിച്ചു വണങ്ങിക്കൊണ്ട് ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻസിനും അതുപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്നത്തെ പ്രഭാഷണ വിഷയം ആത്മീയത ഗുരുവാണികളിലൂടെ എന്നുള്ളതാണ്. ആത്മീയത എന്നാൽ ആത്മാവിനെക്കുറിച്ച് ഉണ്ടാകുന്ന അറിവ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അറിവ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗുരുവിൻ്റെ സ്വാനുഭവഗീതി എന്ന കൃതിയിലെ 7ാമത്തെ ശ്ലോകമൊന്ന് ശ്രദ്ധിക്കാം. ആനന്ദക്കടൽ പൊങ്ങിത്താനേ പായുന്നിതാ പരന്നൊരു പോൽ, ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരു പോൽ. ആനന്ദത്തിൻ്റെ ഒരു കടൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇളകി മറിഞ്ഞു വരും. ആ ആനന്ദത്തെ അനുഭവവേദ്യമാകണമെങ്കിൽ ജ്ഞാനം കൊണ്ട് അതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. അതായത് ജ്ഞാനമാകുന്ന പാത്രം കൊണ്ട് മാത്രമേ ആനന്ദക്കടലിൽ നിന്നും ജലപാനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ജ്ഞാനാപ്തിയിൽ മുങ്ങിയവരെ വിളിക്കുന്ന പേരാണ് പരമഹംസർ. മഹാഗുരുവിനെ നമ്മൾ ശ്രീനാരായണ പരമഹംസർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. ഹംസം എന്നാൽ അരയന്നം. അരയന്നത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പാലും വെള്ളവും അതിന് കലർത്തി കൊടുത്താൽ അതിലെ പാലിനെ മാത്രം, അതായത് അതിനെ സത്തിനെ മാത്രം നുകരുവാനുള്ള കഴിവ് അരയന്നത്തിനുണ്ട്. അതുപോലെ നിത്യമായതിനെയും അനിത്യമായതിനെയും വേർതിരിച്ചു തരുവാൻ മഹാഗുരു ശ്രമിച്ചിട്ടുണ്ട്. ഗുരുകൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് കൂടുതൽ സ്പഷ്ടമാകും. കുട്ടിയമ്മയും മാടനാശാനും ചേർന്ന് നൽകിയ നാരായണൻ എന്ന പേര് ഗുരുവിലേക്ക് എത്തിയപ്പോൾ എത്ര അന്വർത്ഥമായി എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാരായണ ഗുരു എന്നതിനെ ഇങ്ങനെ മനസ്സിലാക്കണം നമ്മൾ. ഇരുട്ടിനെ രോധിച്ചുകൊണ്ട് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ ഉൾക്കണ്ണിലേക്ക് ജ്ഞാനമാകുന്ന കൺമഷി പുരട്ടി ആത്മജ്യോതിസിലേക്ക് നമ്മെ നയിച്ചവൻ ശ്രീനാരായണ ഗുരു. ജ്ഞാനമാർഗത്തെയും ധർമ്മമാർഗത്തെയും ഉപദേശിച്ചു തരുന്നവരാണ് ഗുരുക്കന്മാർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മമാർഗത്തിൻ്റെ പ്രത്യേകതയാണ് ഗുരുകൃതികളിലൂടെ നമ്മൾ തിരയുന്നത്. വിദ്യ തന്നെ രണ്ടുണ്ട്, പരാവിദ്യയും അപരാവിദ്യയും. സ്വാമി തൃപ്പാദങ്ങൾ ആത്മോപദേശ ശതകത്തിൽ പറയുന്നു: പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. ആത്മജ്ഞാനമാകുന്ന പാല് നുകർന്നനുഭവിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാർക്ക് 10,000 വർഷം അല്പനേരമായി അനുഭവപ്പെടൂ. അറിവ് അജ്ഞാനത്തിന്, അതായത് അവിദ്യയ്ക്ക് അടിപ്പെട്ടാൽ അരനിമിഷം 1000 വർഷം പോലെ തോന്നും. അപരാവിദ്യ എന്നാൽ ഭൗതിക വിദ്യ, അതായത് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും സ്വായത്തമാക്കുന്ന വിദ്യ. പരാവിദ്യ അഥവാ ബ്രഹ്മവിദ്യ എന്നാൽ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. കോ അഹം, ഞാൻ ആരാണ്? കുതോ ജഗതി, ഈ പ്രപഞ്ചം എവിടെ നിന്നും ഉണ്ടായി? ആത്മാവിനെ അനുസന്ധാനം ചെയ്യുവാനുള്ള മാർഗമാണ് ഈ പരാവിദ്യ. പരാവിദ്യയും അപരാവിദ്യയും നമുക്ക് വേണം. എന്നാൽ അപരാവിദ്യ മാത്രം സ്വായത്തമാക്കി ഭൗതിക ജീവിതം നയിക്കുന്നവന് അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. അവന് ആത്മീയ ആനന്ദം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ജീവിതവും ദുഃഖപൂർണമായിരിക്കും.
നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മമാർഗത്തിൽ പരാവിദ്യയ്ക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെ അപരാവിദ്യയ്ക്കും പ്രാധാന്യമുണ്ട്. അപരാവിദ്യകളുടെ സമ്മോഹനമായ സമ്മേളനത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തെ ആദിമഹസ്സിലേക്ക് എത്തിക്കുവാൻ കഴിയൂ എന്ന തരത്തിലുള്ള ഒരു ജ്ഞാനമാർഗമാണ് ഗുരു നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുള്ളത്. ആത്മീയത പോലെ തന്നെ ഭൗതികതയ്ക്കും പ്രാധാന്യം നൽകി ഒരു ജ്ഞാനസരണിയാണ് ഗുരുവാണിയിലൂടെ നമുക്ക് പകർന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ഗുരു ശ്രീനാരായണ ധർമ്മമെന്ന സ്മൃതി ഗ്രന്ഥത്തിലൂടെ നമുക്ക് മൊഴിഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP യോഗം എന്ന മഹാസംഘടന. യോഗത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഗുരു രേഖപ്പെടുത്തിയത് ശ്രദ്ധിച്ചാൽ വൈദികവും ഭൗതികവുമായ വിദ്യയും അതോടൊപ്പം തന്നെ വ്യാവസായികവൽക്കരണവും ചേർത്ത് വച്ചുകൊണ്ട് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുക, SNDP യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. പിന്നീട് SNDP യോഗത്തിൻ്റെ ധർമ്മപ്രചരണാർത്ഥം കുറച്ച് ആളുകളെ പ്രസംഗങ്ങൾക്കും മറ്റുമായി നിയോഗിക്കുകയും ചെയ്തു അക്കാലത്ത്. അതുപോലെ തന്നെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും നമുക്കിത് കാണുവാൻ കഴിയും. താൻ ആരെന്നും താൻ സാക്ഷാത്കരിച്ച ഈശ്വര സ്വരൂപം എന്തെന്നും വളരെ വ്യക്തമായി തന്നെ ശ്രീനാരായണ ഗുരുദേവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ തൃക്കൈകൾ കൊണ്ട് രചിച്ച കൃതികളുടെ വരികൾ തന്നെയാണ് അതിന് ഉത്തമോദാഹരണം. തൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവുമായി അഭേദമായി അറിയുന്നതാണ് ഈശ്വര സാക്ഷാത്കാരം. താൻ നേടിയ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉജ്ജ്വലത ഗുരു വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ആത്മോപദേശ ശതകത്തിൻ്റെ 35ാമത് ശ്ലോകത്തിൽ. ഒരു 10,000 വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. അർത്ഥാത് 10,000 സൂര്യന്മാർ ഒന്നിച്ചുയർന്നു വരുന്നതുപോലെ ഇതാ വിവേകവൃത്തി തന്നിൽ ഉണ്ടായി വരുന്നു എന്നും ആത്മാവിനെ മറച്ചിരുന്ന അജ്ഞാനമാകുന്ന മൂടുപടലത്തെ ജ്ഞാനസൂര്യൻ പിച്ചിച്ചീന്തി എറിഞ്ഞിരിക്കുന്നു എന്നും ഇവിടെ പറയുന്നു. സൂര്യതുല്യം താൻ ആത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഗുരു പ്രഖ്യാപിക്കുന്നു. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനാണ് താനെന്നും സർവചരാചരങ്ങളും അതേ ഈശ്വരൻ്റെ പ്രകാശമാണെന്നുമാണ് സാക്ഷാത്കാരം നേടിയ ഒരു ആചാര്യൻ്റെ വ്യക്തമായ അനുഭവം. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വര സ്വരൂപമാകുന്നു. ചാന്തോക്യോപനിഷത്തിൽ പറയുന്ന തത്വമസി, അതായത് നീ ആത്മാവാകുന്നു. ഐതരീയോപനിഷത്തിൽ പറയുന്ന പ്രജ്ഞാനം ബ്രഹ്മ, അർത്ഥാത് ജീവാത്മാവ് പ്രജ്ഞാന സ്വരൂപനായ ബ്രഹ്മമാകുന്നു. മാണ്ഡോക്യോപനിഷത്തിൽ പറയുന്ന അയമാത്മാ ബ്രഹ്മ, അതായത് ജീവാത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു. ഈ ഉപനിഷത്ത് മഹാവാക്യങ്ങൾ ഋഷീശ്വരന്മാരുടെ അനൽപമായ കണ്ടുപിടുത്തങ്ങളാണ്. ഈ മഹാവാക്യങ്ങളെ സാക്ഷാത്കരിച്ച ശ്രീനാരായണ ഋഷി തൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ സാനുഭവം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ത്വം ഹി ബ്രഹ്മനചേന്ദ്രിയാണി ന മനോ ബുദ്ധിർ ന ചിത്തം വപുഃ പ്രാണാഹംകൃതയോ അന്യദപ്യസത് അവിദ്യാകൽപിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗതിതം തത്വപരം നാന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരിദൃശ്യതാം. ഇവിടെ ഗുരു ശിഷ്യനോട് പറയുകയാണ്, അല്ലയോ കുഞ്ഞ്, നീ ബ്രഹ്മം തന്നെയാകുന്നു. മനസ്സോ ബുദ്ധിയോ ചിത്തമോ ശരീരമോ പ്രാണനോ അഹങ്കാരമോ ഒന്നുമല്ല, എല്ലാം ആത്മാവിൽ ആരോപിതമാണ്. കാണപ്പെടുന്നവയെല്ലാം ജഡമാകുന്നു. നിന്നിൽ നിന്നും അന്യമായി ഒന്നും തന്നെയില്ല. മരുഭൂമിയിലെ ജലം പോലെ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതല്ല.
മറ്റൊരവസരത്തിൽ ഒരു ജ്ഞാനിയുടെ അനുഭവം എന്തെന്ന് അദ്വൈത ദീപികയിൽ ഗുരു വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനിക്ക് സത്തുലക ചിത്ത് സുഖസ്വരൂപം ആനന്ദമല്ല നൃതമജ്ഞനിത പ്രകാശം കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന ഭാനുമാനർക്കൻ അന്തനിരുളാർന്നൊരു ശൂന്യവസ്തു. അതായത് ജ്ഞാനിക്ക് ഈ പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപമായി പ്രകാശിക്കുന്ന, ആത്മബോധമില്ലാത്തവന് ഈ പരമപ്രകാശത്തെ അറിയാനേ കഴിയുന്നില്ല. ഉച്ചസൂര്യൻ കണ്ണുള്ളവന് സുന്ദര സ്വരൂപവും പ്രകാശമാനവുമായി അനുഭവപ്പെടുമ്പോൾ കണ്ണില്ലാത്തവന് ഇരുട്ടു നിറഞ്ഞ ശൂന്യാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ എല്ലാത്തിനെയും ഓരോന്നോരോന്നായി തൊട്ടെണ്ണിയാൽ സത്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ഇല്ലാതാകുന്നു. ഇതുപോലെ ഓരോ ഗുരുവാണിയിലൂടെയും നമുക്ക് മനസ്സിലാകുന്ന ആത്മീയ അറിവ് നമ്മെ മോക്ഷത്തിലേക്ക് തന്നെ നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരു ഓം തത്സത്.